ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീട്ടിൽ മുല്ലേമ മുട്ടിട്ടു കേട്ടോ. അങ്ങനെ നല്ല വെള്ള മുട്ടുകളുള്ള നല്ല മുല്ലപ്പൂ വിരിയുന്ന നല്ലൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് രാവിലെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ഒന്ന് ചുറ്റുപാടൊക്കെ നമ്മളൊന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് ഒന്ന് മുറ്റത്ത് നമ്മുടെ വീടിന് പരിസരത്തോടെയൊക്കെ ഒന്ന് നടക്കുമ്പോൾ പുതിയൊരു അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. ആ സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ നടക്കും കേട്ടോ. എനിക്കിഷ്ടമാണ്. എന്തെങ്കിലും കുറേ നേരം മണിക്കൂറോളം നമ്മൾ കണ്ണടച്ച് കിടക്കുന്ന നമ്മൾ ഒന്ന് കണ്ണു തുറക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾക്ക് വല്ലാത്തൊരു ഭംഗിയാണ്. ആ ഭംഗി ആസ്വദിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ പതിവില്ലാതെ കൊതുക് കുത്തുന്ന കാര്യം കണ്ടപ്പോൾ ഏട്ടന് മനസ്സിലായി. തൊട്ടിയിൽ ഞങ്ങളുടെ ഇവിടെ വെള്ളം ഞങ്ങൾ ശേഖരിക്കുന്ന ഒരു സ്ഥലമാണത്. അവിടെ അത് കൊതുക് വളരുന്നുണ്ട്, ചെളി നിറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പം ചേട്ടൻ വേഗം വെള്ളങ്ങളൊക്കെ കൊണ്ട് കളയുക എന്നുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പം രാവിലെ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം നല്ല കൊതുകുത്തുണ്ടായിരുന്നു. എൻ്റെ കയ്യുമ്മയൊക്കെ കൊതുകുത്തിയിട്ടൊരു മുഴ പോലെയാണ് നിൽക്കുന്നത്. അതേപോലത്തെ കൊതുകുകളാണ് കുത്തി നമ്മളെ നാമാവശേഷമാക്കാനുള്ള പരിപാടികളാണ്. അപ്പം നമ്മൾ കൊതുവിനെ ഇല്ലാതെയാക്കണം. നമ്മളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കൊതുവിനെ ഇല്ലാതെയാക്കണ്ടേ. നമ്മളറിയാതെയാണ് ഇപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ശ്രദ്ധിക്കുന്നില്ലടോ. നമ്മുടെ ഓരോ ദിനചര്യകളുമായിട്ട് നമ്മളെ വീട്ടിൽ ഞാനൊരു വർക്ക് ചെയ്യാൻ ജോലിക്ക് പോകാത്ത ഒരാളാണെങ്കിൽ കൂടി നമ്മുടേതായ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് കൊതുക് വളരുക എന്നുള്ളത്. കെട്ടിക്കിടക്കുന്ന വെള്ളം നമ്മളിങ്ങനെ ഇല്ലാതെയാക്കുന്ന നശിപ്പിച്ച് കളയാതെ ആകുമ്പോഴാണ് നമുക്ക് കൊതുകുകൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചേട്ടന് അപ്പുറത്ത് പോയിട്ട് ചെടികൾക്കൊക്കെ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുകയായിരുന്നു കേട്ടോ. അത്യാവശ്യം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഇരുമ്പാമ്പുളി പൂക്കളുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുമ്പാമ്പുളി ഉണ്ടെങ്കിൽ നമുക്കിന്ന് കറി വെക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, പരലല്ലല്ലോ, വയമ്പ് മീൻ. അപ്പോൾ വയമ്പും ഇരുമ്പൻപുളിയും നല്ല കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റി ഫുഡാണ്. അയ്യോ, അതിൻ്റെ വായയിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിറയാം. അപ്പോൾ ഇരുമ്പാമ്പുളി അത്യാവശ്യം വലുപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വലുപ്പം വന്ന ഇരുമ്പാമ്പുളി എല്ലാം പൊട്ടിച്ചെടുക്കും കേട്ടോ. അയ്യോ, എന്തു സ്വാദായിരുന്നു എന്നറിയോ മീൻ കറി. വെക്കാൻ പോകുന്നേ ഉള്ളൂ. പണ്ട് അമ്മ വെച്ച സ്വാദിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാനുണ്ടാക്കിയതും. കണ്ടോളൂ. അങ്ങനെ മീൻ കറിയുടെ ഒരു കളറൊക്കെ കണ്ടില്ലേ. അങ്ങനെ മീൻ കറി നാളികേരൊക്കെ അരച്ച് വെക്കുന്നതാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണയിൽ കുറച്ച് ഉള്ളിയും കൂടി കാച്ചി അങ്ങ് ഒഴിക്കാനുള്ള പരിപാടിക്ക് ഇങ്ങനെ തുറന്ന് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. നമ്മുടെ ഉള്ളിയെയും വെളിച്ചെണ്ണയും ഒക്കെ ഇങ്ങനെ ആഗീരണം ചെയ്യാൻ, ആവാഹിക്കാൻ വേണ്ടി ആ മണമൊക്കെ വരുമ്പോൾ എന്താ മണം. അങ്ങനെ വയമ്പും അതേപോലെ നമ്മുടെ ഇരുമ്പാമ്പുളിയും കറി സൂപ്പറായിട്ട് രസമായിട്ട് നന്നായിട്ടുണ്ട്. ഹായ്, നമ്മുടെ മുരിങ്ങ വീണു. 2-3 ദിവസമായി. ഒരു ദിവസം ഞാൻ ശബ്ദമൊക്കെ കേട്ടു, പക്ഷെ ഞാൻ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം എന്തായി, മുരിങ്ങയൊക്കെ ഇങ്ങനെ വീണ് ഒടിഞ്ഞു വീണു. കനം തൂങ്ങിയിട്ട് മുരിങ്ങ കൊമ്പ് വീണം. അപ്പോൾ അതൊന്ന് വെട്ടിയെടുക്കണം, വെട്ടിക്കളയണം. ഇത് ഉണങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടെ ചീന്തിയിട്ടാണ് വീണിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു തൂക്കം മുരിങ്ങക്കായും നിറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നേ, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചു. തൂങ്ങി കിടക്കാമെന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെ മനസ്സിലായത് ഒടിഞ്ഞതാണ്. വാടിയപ്പോഴാണ് ഒടിഞ്ഞു പോയി എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പം ശ്രദ്ധിച്ചില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അതങ്ങ് വീണു. അപ്പം നമുക്കിനി ഇതൊക്കെ വെട്ടിയെടുക്കണം. നമുക്ക് ഇവിടെയൊക്കെ ഒരു കുഞ്ഞ് മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുറച്ച് മാങ്ങകളൊക്കെ ഉണ്ടായി. പറ്റുകയാണെങ്കിൽ പൂവ് പറിച്ചെടുക്കാൻ പറ്റാവൂ. വാടിപ്പോയില്ലേ അറിയില്ല. മുരിങ്ങക്കായയുടെ പൂവ് പൊട്ടിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല, കറി വയ്ക്കുമോയെന്ന് അറിയില്ല. അല്ല, കറി വയ്ക്കും, പക്ഷേ നമുക്ക് അത് പൊട്ടിപ്പോയല്ലോ, അല്ല ഉണങ്ങിപ്പോയല്ലോ. ഞാൻ അറിയില്ല ഇനി എന്താ വേണ്ടതെന്ന്. ഇതൊക്കെ നോക്കണം ഇനി. മാങ്ങയൊക്കെ ഭയങ്കര കുറവാട്ടോ. ഞാൻ വിചാരിച്ചു പൂക്കളുണ്ടായി പതുമിക്കും നിറച്ച് മാങ്ങ ഉണ്ടാവുമെന്ന്. ഒക്കെ കൊഴിഞ്ഞു പോയി.
ഞാൻ ചേട്ടനോട് പറഞ്ഞപ്പോഴേ വേഗം ഞങ്ങളാരും അങ്ങനെ ഇപ്പോഴും ടെറസിലേക്ക് വരില്ലേ, തുണി കഴുകിയിടാനൊക്കെ ആയിട്ട് വരലേ ഉള്ളൂ. എപ്പോഴെപ്പോഴും അങ്ങനെ വന്ന് നിൽക്കാറൊന്നുമില്ല. അപ്പോൾ ചേട്ടനോട് പറഞ്ഞപ്പോൾ വേഗം വെട്ടിക്കളയാ വിചാരിച്ചു. അല്ലെങ്കിൽ വല്ല ഈ എലിയെങ്ങാനും ഇനി വീടിനകത്തോട്ട് കയറിയാലോ എന്ന് വിചാരിച്ചിട്ട്. ചേട്ടൻ തെറ്റത്തേക്കാണ് നിൽക്കണത് കേട്ടോ, സൂക്ഷിക്കണേ. നന്നായിട്ട് ഉണങ്ങി നിൽക്കണ കാരണം പെട്ടെന്ന് വെട്ടുമ്പോൾ പോകുന്നുണ്ട് കേട്ടോ. മുരിങ്ങയ്ക്ക് വിലയില്ലാത്ത കാരണം വെട്ടാൻ പറ്റണത്. മാങ്ങയുണ്ട് അത് സൂക്ഷിക്കണം. ചേട്ടൻ സൂക്ഷിക്കണം കേട്ടോ. എനിക്ക് തെറ്റത്ത് നിൽക്കുമ്പോൾ എനിക്ക് പേടിയാണ്. എന്താ അല്ലെങ്കിലും നല്ല കനത്തിൽ ഇലയും ഇതായി കഴിഞ്ഞ് മുരിങ്ങ അങ്ങനെ വീഴും. പിന്നെ ഇത് നാടൻ മുരിങ്ങ അല്ല തോന്നണു, നാടനല്ല. അതിൻ്റെ ആ കാരണം പെട്ടെന്ന് പൊളിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് അറിയില്ല. അങ്ങനെ ഈശോ അങ്ങനെ കുറച്ച് ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അടിച്ചൊക്കെ വരാം, സൗകര്യം കിട്ടുമ്പോൾ അടിച്ചു വരാം. തേങ്കോലൊക്കെ വീണ് കിടക്കായിരുന്നു കാറ്റത്ത്. അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി ഇടാ ചേട്ടാ. കറക്റ്റായോ ചേട്ടാ? അപ്പം ഇതൊക്കെ ഇനി വീഴില്ലല്ലോ. ഏതാ തുണികൾ വീടും. അപ്പം ഇതങ്ങ് കെട്ടി നീ കിച്ചണിലേക്ക് പോയിട്ട് തുണികളിടാൻ സ്ഥലമില്ലാണ്ട് അങ്ങനെ തിരിച്ച് വീണ്ടും കിച്ചണിലേക്ക് എത്തി. നമ്മൾ കയ്പ്പയ്ക്ക ഡ്രൈ ആക്കി എടുക്കാനുണ്ടായിട്ട്. അപ്പോൾ കയ്പ്പയ്ക്ക നന്നായി കഴുകി നുറുക്കിയതിന് ശേഷം നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് അങ്ങനെ വഴറ്റി എടുക്കും. അങ്ങനെ ഡ്രൈ ആക്കി എടുക്കും. നല്ല ടേസ്റ്റാണ്. അതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇങ്ങനെ ചേർത്തങ്ങ് കുരുപുരായിരിക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വയമ്പ് ഇരുമ്പാമ്പുള്ളിയിട്ട കറിയും ഈ കയ്പ്പക്കയുടെ ഒരു കയ്പ്പും ഒരു എരിവും ഒക്കെ കൂടിയിട്ടുള്ള ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. പിന്നെ ഞാൻ പൈനാപ്പിളൊക്കെ ചെത്തിയിട്ട് പൈനാപ്പിൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ വിനാഗിരി ഒലിവ് ഓയിലൊക്കെ ഒഴിച്ചൊരു നല്ലൊരു സാലഡ് ഉണ്ടാക്കിയെടുത്തു. അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ ഒരു സ്വാദൊന്നും ഉണ്ടല്ലോ. അജിൻ്റെ ഫാമിലിയോട് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.